ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് അറ്റ് 2047 ഓരോ ഇന്ത്യക്കാരന്റെയും അഭിലാഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ ഗവേണിംഗ് കൌൺസിൽ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലും സുരക്ഷിത ആശുപത്രി സുരക്ഷിത ക്യാമ്പസ് യജ്ഞം ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. 33ാമത് ഒളിമ്പിക്സിന് പാരീസിൽ പ്രൗഢോജ്വലമായ തുടക്കം. ആദ്യ ദിനം ബാഡ്മിന്റൺ, ടെന്നീസ്, ഹോക്കി, ബോക്സിംഗ് മത്സരങ്ങളിൽ പ്രതീക്ഷ വെച്ച് ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം രാത്രി 7-ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് അറ്റ് 2047 ഓരോ ഇന്ത്യക്കാരന്റെയും അഭിലാഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിൽ നിതി ആയോഗിന്റെ 9ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വികസിത് ഭാരത് അറ്റ് 2047 ലക്ഷ്യം കൈവരിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് സജീവമായ പങ്ക് വഹിക്കാനാകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദശകം മാറ്റങ്ങളുടേതും സാങ്കേതികതയുടെയും ഭൗമരാഷ്ട്രീയത്തിന്റെയും അതിലുപരി അവസരങ്ങളുടേതുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ അവസരങ്ങൾ ഇന്ത്യ പ്രയോജനപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ നയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യണമെന്നും ശ്രീ മോദി പറഞ്ഞു. യോഗത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും എക്സ് ഒഫീഷ്യോ അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും നിതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറിയും മറ്റംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 112ാം പതിപ്പാണിത്. ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലും സുരക്ഷിത ആശുപത്രി സുരക്ഷിത ക്യാമ്പസ് യജ്ഞം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. പരിശോധന ശക്തിപ്പെടുത്തി ആശുപത്രികളിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, ജീവനക്കാർ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, രോഗി സൌഹൃദ അന്തരീക്ഷമൊരുക്കുക, ക്യാമ്പസുകളുടെ ശുചീകരണം എന്നിവയാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ക്യാമ്പസിൽ നിന്നുള്ള പകർച്ചവ്യാധികൾ തടയുക, വിദ്യാർത്ഥികൾക്ക് രോഗഭീതി കൂടാതെയുള്ള പഠന സൌകര്യമൊരുക്കുക എന്നിവയും ലക്ഷ്യമിടുന്നു. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം 12ാം ദിവസവും തുടരുന്നു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളടക്കം നിരവധി പേർ തെരച്ചിലിൽ പങ്കാളികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. ട്രക്ക് കണ്ടെത്താനായി ഗംഗാവാലി പുഴയിൽ ഈശ്വർ മെൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോടെ 8-അംഗ സംഘം തിരച്ചിലിനിറങ്ങി. പുഴയിൽ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് 3 തവണ ഈശ്വർ മെൽപ്പ മുങ്ങിയിരുന്നു. 3-ാം തവണ കയറപ്പൊട്ടി ഈശ്വർ മെൽപ്പ 100 മീറ്റർ അകലത്തോളം അടിയൊഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോയി. നാവികസേന ഉടൻ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ 4ാം ഡൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നദിയിൽ 6.8 നോട്ട്സാണ് അടിയൊഴുക്ക്. ഈശ്വർ മെൽപ്പയുടെ നേതൃത്വത്തിൽ 3 മുങ്ങൽ വിദഗ്ധർ വൈകിട്ടും തിരച്ചിൽ നടത്തുകയാണ്. ഗംഗാവാലി പുഴയുടെ അടിയിൽ ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ 4ാം സിഗ്നൽ ട്രക്കിന്റേതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറി ഉള്ളതെന്നാണ് നിഗമനം. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉറപ്പോടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു. 4 പേരുടെ നിപ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പുതുതായി 7 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആകെ 8 പേരാണ് ചികിത്സയിലുള്ളത്. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 220 പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ്. മലപ്പുറം കളക്ടറേറ്റിൽ വൈകുന്നേരം ചേർന്ന നിപ അവലോകന യോഗത്തിൽ മന്ത്രി വീണ ജോർജ് ഓൺലൈനായി പങ്കെടുത്തു. കടലാമകൾ വലയിൽ കുടുങ്ങുന്നത് കാരണം രാജ്യത്ത് നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകതരം വല വികസിപ്പിച്ചെടുത്തതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കടലാമകളെ ഒഴിവാക്കി കൊഞ്ച് ഉൾപ്പെടെയുള്ള മറ്റു മത്സ്യങ്ങളെ പിടിക്കാൻ കഴിയുന്ന തരം വലകളാണ് വികസിപ്പിച്ചതെന്ന് അദ്ദേഹം അറിയിച്ചു. കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മ്യൂസിയം, പുരാവസ്തു, പുരാരേഖാ വകുപ്പുകളിലെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി.
പ്രവൃത്തി പുരോഗമിക്കുന്ന തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം, ബിഷപ്പ് വള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ചെമ്പൻതൊട്ടി, തെയ്യം മ്യൂസിയം ചന്തപ്പുര, AKG സ്മൃതി മ്യൂസിയം പെരളശ്ശേരി എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. യൂണിറ്റിന് 4 രൂപ 29 പൈസ നിരക്കിൽ വൈദ്യുതി വാങ്ങാനുണ്ടാക്കിയ കരാർ റദ്ദാക്കിയതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരും വൈദ്യുതി ബോർഡും ഉണ്ടാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 8 മുതൽ 12 രൂപ വരെ നൽകിയാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നത്. ഇതിലൂടെ ദിവസം 10 മുതൽ 15 കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡ് വരുത്തിയത്. അഴിമതിയുടെയും കൊള്ളയുടെയും നഷ്ടം ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പരയിലെ 3ാം പ്രഭാഷണവും കഥയരങ്ങും നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ കരുനാഗപ്പള്ളി ഓണാട്ടുകര ഹാളിൽ നടക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിക്കും. പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ പ്രഭാഷണം നടത്തും. ലോകമെങ്ങുമുള്ള കായിക പ്രേമികളുടെ 4 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് 33ാമത് ഒളിമ്പിക്സിന് പാരീസിൽ തുടക്കമായി. പ്രൗഢോജ്വലമായ ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിവിധ വേദികളിലായി മത്സരങ്ങൾ ആരംഭിച്ചു. സെൻ നദിയിലും തീരത്തുമായി നടന്ന നൃത്ത സംഗീത വിരുന്നോടെയാണ് ഒളിമ്പിക്സിന് തിരിതെളിഞ്ഞത്. ചരിത്രത്തിൽ ആദ്യമായാണ് തുറന്ന വേദിയിൽ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി പാരീസിൽ നിന്നും ആകാശവാണി വാർത്തകൾക്കു വേണ്ടി വി ശിവകുമാർ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും 205 ദേശീയ ഒളിമ്പിക് കമ്മിറ്റികളിൽ നിന്നും എത്തിയ കായിക സംഘങ്ങൾ ഗ്രീസിന്റെ കായിക സംഘം നയിച്ച പരേഡായി നദിയിലൂടെ ബോട്ടുകളിൽ കാണികളുടെ അഭിവാദ്യം സ്വീകരിച്ച് നീങ്ങി. അഭയാർത്ഥികളുടെ ടീം ഗ്രീസിന് പിന്നിലായി എത്തിയപ്പോൾ കാണികൾ ഹർഷാരവം മുഴക്കി. ലോകത്തിലെ പ്രശസ്തരായ കായിക താരങ്ങൾ ഉദ്ഘാടനത്തിനെത്തിയിരുന്നു. ആയ നാക്കമുറ, സെലീൻ ഡിയോൺ എന്ന പാട്ടുകാരും പങ്കെടുത്തു. ഫ്രഞ്ച് ഓപ്പണിലും ഒളിമ്പിക്സിലും ഒക്കെ ചാമ്പ്യനായ റഫേൽ നദാൽ പ്രശസ്ത ഫുട്ബോളറായ സിനഡീൻ സിഡാന്റെ കയ്യിൽ നിന്ന് ദീപശിഖ ഏറ്റുവാങ്ങി. ഒളിമ്പ്യന്മാരായ നദിയ കോമനേച്ചി, കാൾ ലൂയിസ്, ടെന്നീസ് താരം സെറീന വില്യംസ് തുടങ്ങി ഒട്ടനവധി പേർ ഉദ്ഘാടന ചടങ്ങിന്റെ മാറ്റുകൂട്ടി. 11 മണിവരെ നീണ്ടുനിന്ന കലാപരിപാടികൾക്ക് ദീപാലങ്കാരത്തിൽ മുങ്ങിനിന്ന ഐഫൽ ടവർ സാക്ഷ്യം വഹിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ദിനം ബാഡ്മിന്റൺ, ടെന്നീസ്, ഹോക്കി, ബോക്സിംഗ് മത്സരങ്ങളിൽ പ്രതീക്ഷ വെച്ച് ഇന്ത്യ. ഇന്ന് നടന്ന 10 മീറ്റർ എയർ പിസ്റ്റൾ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ മനു ഭാക്കർ ഫൈനലിലെത്തി. 3ാം സ്ഥാനമാണ് മനു നേടിയത്. സാങ് വാൻ റിഥം 15ാം സ്ഥാനം നേടി. പുരുഷ വിഭാഗത്തിൽ സരബ്ജോത് സിംഗ് 9ാം സ്ഥാനത്തും അർജുൻ ചീമ 22ാം സ്ഥാനത്തുമാണ്. ആദ്യ 8 സ്ഥാനക്കാരാണ് മെഡൽ റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നത്. ബാഡ്മിന്റൺ, ടെന്നീസ്, ഹോക്കി, ബോക്സിംഗ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളും ഇന്ന് നടക്കും. 3 മത്സരങ്ങളുള്ള 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ശ്രീലങ്കയിലെ പല്ലേഖലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. ഒളിമ്പിക്സ് മാതൃകയിൽ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി 24 എന്ന പേരിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നവംബർ 4 മുതൽ 11 വരെ കൊച്ചിയിലാണ് സ്കൂൾ ഒളിമ്പിക്സ് സംഘടിപ്പിക്കുക. 1ാം സമ്മാനം നേടുന്ന ജില്ലയ്ക്ക് മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണക്കപ്പ് സമ്മാനമായി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലും ലക്ഷദ്വീപിലും അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് അറ്റ് 2047 ഓരോ ഇന്ത്യക്കാരന്റെയും അഭിലാഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ ഗവേണിംഗ് കൌൺസിൽ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിലും സുരക്ഷിത ആശുപത്രി, സുരക്ഷിത ക്യാമ്പസ് യജ്ഞം ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ്. 33ാമത് ഒളിമ്പിക്സിന് പാരീസിൽ പ്രൗഢോജ്വലമായ തുടക്കം. ആദ്യ ദിനം ബാഡ്മിന്റൺ, ടെന്നീസ്, ഹോക്കി, ബോക്സിംഗ് മത്സരങ്ങളിൽ പ്രതീക്ഷ വെച്ച് ഇന്ത്യ ശ്രീലങ്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം രാത്രി 7-ന് ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.